ഹായ് ഫ്രണ്ട്സ്, PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് ഇന്ത്യൻ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട 2 ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ ക്ലാസ്സാണ്. തുടർച്ചയായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുക കേട്ടോ. ഒത്തിരി വീഡിയോസ് ഞാൻ 350 വീഡിയോളം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാലില്ലേ PSC അറിവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. PSC പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. പിന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാമേ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് രോഹിണി എന്ന് പറഞ്ഞ ഉപഗ്രഹം എന്ന് വിക്ഷേപിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിൻറ്റ്സാണ്. ആര്യഭട്ട പഠിച്ചു, നമ്മൾ ഭാസ്കര പഠിച്ചു, രോഹിണി അതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ APJ അബ്ദുൽ കലാമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി. ഇന്ന് നോക്കുന്നുണ്ടല്ലോ ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ആപ്പിൾ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആപ്പിൾ. എന്നാണിത് വിക്ഷേപിച്ചത്? എന്നാണെന്നറിയാമോ? 1981 ജൂൺ 19 ഇത് വിക്ഷേപിക്കുന്നത്. എന്നാണ്? 1981 ജൂൺ 19 ആപ്പിള് വിക്ഷേപിക്കുന്നത്. ഈ ആപ്പിളിൻ്റെ പൂർണ്ണരൂപം എന്താണെന്നറിയാമോ? എന്താ ആപ്പിൾ എന്നുള്ളൊരു വാക്ക്, അതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാവേ. APPLE ആപ്പിൾ അല്ലേ? APPLE ആപ്പിൾ. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ്. എന്താണ്? ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻ്റാണ് വിക്ഷേപിച്ചതെന്ന്. അതാണ് ആപ്പിള്. 1981 ജൂൺ 18. ഡേറ്റ് സഹിതം ഓർത്ത് വെച്ചോണം, മറന്നു പോകരുത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇനി ചോദിക്കുകയാണ്, ISRO നിർമ്മിച്ച ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാലോ? ISRO നിർമ്മിച്ച ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹം ഏതാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ ഏത് തന്നെയാണ്? ഈ ആപ്പിളാണ്. ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ് കേട്ടോ. ആ പേര് മറന്നു പോകരുത്. ഇനി ഇത് എവിടുന്നാണ് വിക്ഷേപിച്ചേ? അറിയാവുന്നവരെന്ന് പറഞ്ഞേ, എവിടുന്നാണ് വിക്ഷേപിച്ചത്? എവിടുന്നാ? അതായത് ഫ്രഞ്ച് ഗയാനയിലെ കൗറുവിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. കൗറു, ഫ്രഞ്ച് ഗയാന. എന്താ? കൗറു, ഫ്രഞ്ച് ഗയാനയിൽ നിന്നാണിത് വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ വാഹനം ഏതാ? വിക്ഷേപണ വാഹനം ഏരിയൻ 1 ആണ്. വിക്ഷേപണ വാഹനമാണ് ഏരിയൻ 1. ISRO വിക്ഷേപിച്ച ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ആപ്പിളിൻ്റെ പൂർണ്ണരൂപം ഏരിയൻ പാസഞ്ചർ പേലോഡ് എക്സ്പെരിമെൻറ്റ്. 1981 ജൂൺ 19 ഇത് വിക്ഷേപിക്കുന്നത്. എവിടെ നിന്ന്? കൗറു, ഫ്രഞ്ച് ഗയാന. വിക്ഷേപണ വാഹനമാണ് ഏരിയൻ 1. ISRO നിർമ്മിച്ച ആദ്യത്തെ ഭൂസ്ഥിര ഉപഗ്രഹം ഏത് എന്ന് ചോദിച്ചാലും ആപ്പിളാണ്. ഇനി ആപ്പിൾ മറന്നു പോവോ? ഇല്ലല്ലോ. നമുക്ക് അടുത്തതിലോട്ട് പോവാവേ. അടുത്ത നോക്കിയേ, ഇൻസാറ്റ് 2A. ഇൻസാറ്റ് 2A എന്തായത്? ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹമാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹമാണിത്. അതാണ് ഇൻസാറ്റ് 2A. ഇങ്ങനെ തന്നെ PSC ചോദിക്കും കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹം ഏത്? നിങ്ങൾ എഴുതിക്കോണം. ഇൻസാറ്റ് 2A ആണ്. ഏത് വർഷം ഏത് ദിവസമാണ് ഇത് വിക്ഷേപിക്കുന്നതെന്ന് അറിയാമോ? ക്ലൂ തന്നിട്ട് പറഞ്ഞാൽ മതിയേ. ക്ലൂ എന്ന് പറയുന്നത് മുട്ടത്തുവർക്കി അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് ഏത് വർഷമാണ്?
മുട്ടത്ത് വർക്കി അറിയാമോ? 1992 92 ജസ്റ്റ് അതുമായിട്ട് അറിഞ്ഞിരിക്കാമല്ലോ എന്നോർത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 1992 ജൂലൈ 10 എന്ത് വിക്ഷേപിക്കുന്നത്? ഈ ഇൻസാറ്റ് 2A വിക്ഷേപിക്കുന്നത്. 1992 ജൂലൈ 10 ഇൻസാറ്റ് 2A വിക്ഷേപിക്കുന്നത്. വിക്ഷേപണ സ്ഥലം ഏത് തന്നെയാണ്? ആപ്പിൾ വിക്ഷേപിച്ചത് എവിടുന്ന? കൗറുവിൽ നിന്നല്ലേ, ഫ്രഞ്ച് ഗയാന. അവിടുന്ന് തന്നെയാണ് ഇൻസാറ്റ് 2Aയും വിക്ഷേപിക്കുന്നത്. ആപ്പിൾ ഏതായിരുന്നു വാഹനം ഞാൻ പറഞ്ഞത്? ആപ്പിളിൻ്റെ വാഹനം ഏതാ പറഞ്ഞേ? ഏരിയൻ 1 എന്നല്ലേ പറഞ്ഞേ. ആപ്പിൾ വിക്ഷേപിച്ചത് ഏരിയൻ 1 ആണെങ്കിൽ ഇൻസാറ്റ് 2A വിക്ഷേപിക്കുന്നത് ഏരിയൻ 4 ഉപയോഗിച്ചാണ്. അത് ഓർത്തിരിക്കുക. ആപ്പിൾ വിക്ഷേപിച്ചത് ഏരിയൻ 1 ആണ് വാഹനം. വിക്ഷേപണ വാഹനം ഏരിയൻ 1 ആണ് ആപ്പിൾ. വിക്ഷേപണ വാഹനം ഏരിയൻ 4 ആണ് ഇൻസാറ്റ് 2A. അപ്പം ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A. 1992 ജൂലൈ 10 ഇത് വിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ വിക്ഷേപണ സ്ഥലം കൗറു, ഫ്രഞ്ച് ഗയാനയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വാഹനം ഏതാ പറഞ്ഞേ? ഏരിയൻ 4 ആണ്. ഇനി മറക്കുമോ? അപ്പോൾ ആപ്പിൾ പഠിച്ചു, നമ്മൾ ഇൻസാറ്റ് പഠിച്ചു. ഇനി ഇത് നോക്കിയേ, IRS 1A. IRS 1A ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹം, ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിള്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ വിവിധ ഉദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹമാണ് IRS 1A. IRS 1A എന്നോർത്തിരിക്കുക. ഇത് വിക്ഷേപിച്ചത് 1988 മാർച്ച് 17 ഇത് വിക്ഷേപിക്കുന്നത്. 1988 മാർച്ച് 17 ഓർത്തിരിക്കുക. അത്രയാണ് അതിനെപ്പറ്റി അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ വിദൂര സംവേദന ഉപഗ്രഹമാണ് 1988 മാർച്ച് 17 വിക്ഷേപിക്കുന്നത് IRS 1A. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഓഷ്യൻ സാറ്റ് എന്താ? ഓഷ്യൻ സാറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ട്, അത് ആ പേരിൽ തന്നെ ഇല്ലേ ഓഷ്യൻ, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹമാണ് ഏത്? ഓഷ്യൻ സാറ്റ് എന്ന് ഓർത്തിരിക്കുക. ഓഷ്യൻ സാറ്റ് 1999 കാർഗിൽ യുദ്ധം ഓർത്തിരിക്കുക. ആ വർഷമൊക്കെ തന്നെയാണ് കേട്ടോ. മെയ് 16 മെയ് 26 കേട്ടോ. മെയ് 26 സോറി. അപ്പോൾ ഇന്ത്യയുടെ സമുദ്ര പഠനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ്. ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കാം IRS P4 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. IRS P4 ഈ ഓഷ്യൻ സാറ്റ് അല്ലെങ്കിൽ IRS P4. അപ്പോൾ 1999 മെയ് 26 ഇത് വിക്ഷേപിക്കുന്നു. എവിടുന്നാണ് വിക്ഷേപിക്കുന്നത്? നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്, ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. 1999 മെയ് 26 നമ്മുടെ ഇന്ത്യയിലെ ഏക ഉപഗ്രഹ വിക്ഷേപണ തറയായ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഇതിൻ്റെ വാഹനം ഒന്ന് ഓർത്തിരിക്കുക. PSLV എന്നുള്ളത് ഇവിടെ ഡോട്ടുണ്ട്. C2 ആണ് വാഹനം. PSLV C2. ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മളിതൊക്കെ മറന്നു പോകുന്നത് കൊണ്ട് ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ സമുദ്ര പഠനങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹമാണ് ഓഷ്യൻ സാറ്റ് അല്ലെങ്കിൽ IRS P4. ഇത് വിക്ഷേപിക്കുന്നത് 1999 മെയ് 26 PSLV C2 ആണ് ഇതിൻ്റെ വാഹനം. വിക്ഷേപണ സ്ഥലം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എവിടുന്നാ? നമ്മുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ തറയായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി നമുക്ക് നോക്കാം കൽപ്പന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓരോ വർഷം അതിനനുസരിച്ചാണ് വരുന്നത് കേട്ടോ. തുടർച്ചയായിട്ട് ഏത് വർഷങ്ങളിലൊക്കെ ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഓർഡർ അനുസരിക്കാതെ പഠിച്ചാലേ
ചിലപ്പോൾ മറന്നൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൽപ്പന 1 ഇപ്പോൾ ഇതിൻ്റെ പേരെന്നാണെന്നറിയാമോ? പറഞ്ഞേ. അല്ല, ആദ്യം ഇതിൻ്റെ പേരെന്നായിരുന്നെന്നറിയാമോ? ആദ്യമാണേ മെറ്റ്സാറ്റ് എന്നായിരുന്നു. മെറ്റ്സാറ്റ് എന്നായിരുന്നു ഇതിൻ്റെ പേരാദ്യം. പിന്നെ ഇത് കൽപ്പന 1 ആക്കി മാറ്റിയതാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയുടെ എന്താ ഈ കൽപ്പന 1 ഉപഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞേ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, അറിയാമോ നോക്കട്ടെ. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞേക്കണം കേട്ടോ. എന്ത് പറഞ്ഞെന്ന്? കൽപ്പന 1 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ ഓർത്തായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത്. എങ്ങനെ? ഞാൻ പറഞ്ഞായിരുന്നു മെസ്സേജ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ചുമ്മാ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, നിങ്ങൾക്കൊന്ന് ഓർമ്മയെടുക്കാൻ വേണ്ടി. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണേത്? മെറ്റ്സാറ്റ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹമാണ് മെറ്റ്സാറ്റ്. ഈ മെറ്റ്സാറ്റ് ഇപ്പോഴത്തെ പേരെന്താ? ഇപ്പോഴത്തെ പേര് കൽപ്പന 1 ആണ്. ആദ്യമായിരുന്നു ഇതിൻ്റെ പേര് കൽപ്പന 1 ആക്കി. ഇപ്പം ആദ്യം പേര് മെറ്റ്സാറ്റ് എന്നായിരുന്നു, ഇപ്പം കൽപ്പന 1 ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാം ഏത് വർഷം ഏത് ദിവസമാണിത് വിക്ഷേപിക്കുന്നത്. 2002 സെപ്റ്റംബർ 12-നാണിത് വിക്ഷേപിക്കുന്നത്. നമുക്കറിയാം ഉപഗ്രഹ വിക്ഷേപണത്തിൽ നമ്മുടെ ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് തന്നെയാണ് ഇത് വിക്ഷേപിക്കുന്നത്. 2002 സെപ്റ്റംബർ 12-നാണ് കൽപ്പന 1 വിക്ഷേപിക്കുന്നത്. കൽപ്പന 1 വിക്ഷേപിക്കുന്നത് എന്നാണ്? 2002 സെപ്റ്റംബർ 12-നാണ്. ഈ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രിയുടെ കാലഘട്ടങ്ങൾ ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് കാണണം കേട്ടോ. അപ്പോൾ അതാകുമ്പം ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാരെ നമുക്ക് കൃത്യമായിട്ടറിയാം. 98 to 2004 വരുന്നത് വാജ്പേയി അല്ലേ? വാജ്പേയി ആണേ. 2002 ആകുമ്പോൾ 1998 മുതൽ 2004 വരെ AV വാജ്പേയി ആണ് ആ കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി, ഓർത്തിരിക്കുക. അപ്പോൾ 2002 സെപ്റ്റംബർ 18-ന് കൽപ്പന 1 വിക്ഷേപിക്കുന്നു. PSLV C4 ആണ് വാഹനം. PSLV C4 ആണ് വാഹനം. PSLV C4 ആണ് വാഹനം. ഇനി 2002 സെപ്റ്റംബർ 12-ന് ഇത് വിക്ഷേപിച്ചല്ലോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം വിക്ഷേപിക്കുമ്പോൾ എന്താ പേരെന്നാ പറഞ്ഞേ? മെറ്റ്സാറ്റ് എന്ന് പറഞ്ഞായിരുന്നില്ലേ? മെറ്റ്സാറ്റ്. ഈ മെറ്റ്സാറ്റ് എന്നുള്ള പേര് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്തു എന്ന് 2003 ഫെബ്രുവരി 5-ന് പുനർനാമകരണം ചെയ്തു. ആ വർഷം പിന്നെ അതിന് തൊട്ട് മുമ്പാണ് കൽപ്പന മരിക്കുന്നത് കേട്ടോ. 2003 ഫെബ്രുവരി 2 ആണെന്ന് തോന്നുന്നു. ഫെബ്രുവരി 2-നോ 3-നോ ആണ് മരിക്കുന്നത്. ആര്? കൽപ്പന. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് 2003 ഫെബ്രുവരി 5-ന് കൽപ്പന 1 എന്ന് പേര് മാറ്റി. ഈ പേര് കൊടുത്തത് ആരാ? മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന് പേര് കൊടുത്തത് അത് AB വാജ്പേയി ആണ് കേട്ടോ. മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന പേര് നൽകിയത് AB വാജ്പേയി. ഒന്നും കൂടെ ഞാൻ പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹമാണ് കൽപ്പന 1. 2002 സെപ്റ്റംബർ 12-നാണ് ഇത് വിക്ഷേപിക്കുന്നത്. ഇനി വിക്ഷേപണ സ്ഥലമാണ് ശ്രീഹരിക്കോട്ട. പിന്നെ എന്നാ പറഞ്ഞേ? ആദ്യം ഇതിൻ്റെ പേര് 2002 സെപ്റ്റംബർ 12-ൽ ഇത് വിക്ഷേപിക്കുമ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മെറ്റ്സാറ്റ് എന്നായിരുന്നു. 2003 ഫെബ്രുവരി 5-ന് ആരുടെ പേരിലോട്ടാക്കി? കൽപ്പന 1 എന്നുള്ള പേരാക്കി. ഈ പേര് കൊടുത്തത് ആരാണ്? AB വാജ്പേയി ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര മതി കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഡ്യൂസാറ്റ്, അങ്ങനെ തീർച്ചയായിട്ടും കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒത്തിരി ഉപഗ്രഹങ്ങളില്ലേ, അത് നമുക്ക് പഠിച്ചെടുക്കാവേ. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായാൽ നിങ്ങൾ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊന്ന് വിജയിപ്പിക്കണം കേട്ടോ. നമുക്ക് പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.